എങ്കിൽ ഞാൻ 3-4 ഉപദേശങ്ങൾ ചെയ്തുതരാം, അനുസരിക്കുന്നുണ്ടെങ്കിൽ. ഒന്ന്, അവിടെ പോയിട്ട് ഹറമിൽ വെച്ച് ഒരു നോമ്പെങ്കിലും നോക്കണം, കഴിയെങ്കിലും 3 നോക്കണം. തിങ്കളാഴ്ച വ്യാഴ്ചയാണെങ്കിൽ നോമ്പ് നോക്കണം, 10 ദിവസത്തേക്കാണെങ്കിൽ തെക്കപ്പെട്ടു. കാരണം ഒരു നോമ്പ് അവിടെ നോറ്റാൽ നമ്മളെ കാസർകോട്ടിന് 1,00,000 നോമ്പ് നോറ്റാൽ കൂലിയാണ്. നിങ്ങളൊന്ന് അനുസരിച്ച് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 1,00,000 1,00,000 നോമ്പ് നോക്കണമെങ്കിൽ എത്ര കൊല്ലം ജീവിക്കണം ഒരു മനുഷ്യൻ? അതറിയണമെങ്കിൽ 1,00,000-ന് 365 കൊണ്ടൊന്ന് ഹരിച്ചു 1,00,000-ന് 360 ഹരിച്ചാൽ 1,00,000-ന് എത്ര കൊല്ലം? അത്ര കൊല്ലം നോക്കണം. എനിക്ക് തോന്നി 270 കൊല്ലം ഒരാൾ ജീവിക്കണം. അതാണ് നോമ്പ്. അതവിടെ അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണം. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഒരു ഖത്മ ഖുർആൻ അത് ഓർമ്മിപ്പിച്ചിട്ട് പോകണമെന്ന്. ഒരു ഖത്മ വെറുതെ തവാഫ് ചെയ്തിട്ട് ഖുർആനല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. മസ്ജിദ് ഹറാമിൽ ഇരുന്നിട്ട് തവാഫ് ചെയ്യാനോ അങ്ങനെ ഓതിയിട്ട് ഈ 10 ദിവസം കൊണ്ട് ഒരു ഖത്മ തീർക്കാൻ ഒരു ദിവസം 1.5 മണിക്കൂർ ഉപയോഗപ്പെടുത്തിയ പോലെ ഉറപ്പിക്കണം. മൂന്നാമതാ പറഞ്ഞു, ഒരു 100 റിയാലെങ്കിലും ചില്ലറാക്കിയിട്ട് കിശയിലിട്ട് 100 റിയാലെങ്കിലും അവിടുന്ന് സാധുക്കൾക്ക് സദഖ ചെയ്യും. കാരണം 1 റിയാൽ കൊടുത്താൽ 1,00,000 റിയാലാണ്. 1 റിയാലിന്റെ പറഞ്ഞാൽ 23-24 രൂപ. അപ്പൊ 24 ലക്ഷം റുപ്യ കൊടുത്താൽ കിട്ടുന്ന കൂലി. ഇത് നെഗറ്റീവായിട്ട് കാണുന്നവരോട് പോസിറ്റീവായിട്ട് കാണുന്നു. വേറൊരാളിനോട് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഉസ്താദേ അമല് കുറച്ച് ചെയ്താൽ മതി. അവിടെ എന്തുണ്ട്? ഈ റമദാനത്തിനോട് ഞാൻ പറഞ്ഞു, എന്ത് അമലും ഓന്റെ ബുദ്ധി അങ്ങനെ ബുദ്ധിയല്ല. ഒരു മാഷ് ഈ കള്ളിന്റെയും ചാരായത്തിന്റെയും പിന്നെ ഗതികേട്, അതിന്റെ പ്രയാസം എന്താണ് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി കുട്ടികളെ മുമ്പിൽ ഒരു ഗ്ലാസ് 1/2 ഗ്ലാസ് കള്ളെടുത്തു വിരലം പിടിച്ചിട്ടു. ഈ വിരാതിന്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞ് മുറിഞ്ഞ് കഷ്ണങ്ങളായി. ഇതാണ് ചേർന്നിട്ട് എന്ത് മനസ്സിലായി ദേശീയ കുട്ടികളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് കുടിച്ചാൽ കൽപ്പിന്റെ ഉള്ളിലുള്ള ഈ കുടലുകളൊക്കെ ചത്തു. മനുഷ്യൻ നശിപ്പിക്കാൻ മനസ്സിലായി. മനസ്സിലായത് എനിക്ക് മനസ്സിലായത് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള രോഗാണുക്കളൊക്കെ ചത്തു. പിന്നെ നമുക്ക് ശബ്ദമുണ്ടോ? അങ്ങനെ മനസ്സിലാക്കാർക്കും ഹൈറായ രീതിയിൽ മനുഷ്യനെ കുറിച്ച് എഴുതി വെക്കുന്ന 3 ആളുണ്ട്. ആയത്തറിഞ്ഞ് വെക്കുന്ന എഴുതി വെക്കുന്ന 3 ആളുണ്ട്. ഒരു പിതാവ്
എല്ലിയായി മാറും. മാംസം നിറക്കും. ഇങ്ങനെ പറയാ, ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നടക്കുന്ന എന്നിട്ട് ശരിയായ ഒരു മനുഷ്യനായിട്ട് മനുഷ്യനെ നാം പുറത്തേക്ക് കൊണ്ടുവരും. അവിടെ എത്തിയപ്പോഴാണ് ഇനി എന്തായിരിക്കും മൂന്നാളെ മനസ്സിൽ വന്നു. ഇനി എന്തായാലും പഠിച്ചോ പറയാ, അറബികളല്ലേ അവര്, അറബി ഭയങ്കര കഴിവുള്ളവരല്ലേ. അതിന്റെ ഒഴിവ് കണ്ടപ്പോഴേ അവർക്ക് മനസ്സിൽ വന്നത് ഇനി അറിഞ്ഞ എന്നായിരിക്കും. അപ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി ആയത്തിനെ കംപ്ലീറ്റ് ചെയ്തു. ഒരാളെ മനസ്സിൽ തോന്നി പഠിച്ചവനെ അല്ലാഹു എന്നെ വല്ലാതെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരാൾക്ക് സമയങ്ങളാണ്, എനിക്ക് അല്ലാഹു വല്ലാത്ത അനുഗ്രഹമാണ് ചെയ്തത്. ഇനി ഇറങ്ങാൻ പോകുന്ന ആയത്തെ മനസ്സിൽ എന്റെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചല്ലോ. മറ്റേയാളെ വിചാരിക്കുന്ന മൂന്നാമത് ചെല്ലായിട്ട് ഓം വിചാരിച്ച ഹബീബായ മുത്തുനബിയുടെ വഹിയിൽ നിന്ന് ഒരാൾ മുർത്തത്തായി. എന്തേ ഓനെ ഈ ആയത്തിനെ തോന്നിയത്? നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കേണ്ടതാണ്. പിന്നെ ഇരുന്ന് മാത്രം ഓനെ യുദ്ധത്തിലേക്ക് പോയി ഓ മുർത്തത്തായി. മറ്റു രണ്ടാളെ ഈമാൻ വർദ്ധിച്ചു. ഖുർആൻ കൊണ്ട് ഹിദായത്ത് കൊടുത്തു. ഖുർആൻ കൊണ്ട് അപ്പൊ നമ്മളൊക്കെ പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ, ഖുർആൻ ഓതി പറയുമ്പോൾ, ഹദീസ് ഓതി പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈമാൻ പോകും. മനുഷ്യന്റെ ബേജാറാവണം. നമുക്കെന്ത് ബേജാറാണ്? നരകം പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞ് സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സഹാബികളുണ്ടായി. നിസ്കരിക്കാനുള്ള മിർച്ചലിൽ നിന്ന് എണ്ണ തിളക്കുന്നത് പോലെയുള്ള ശബ്ദം വയറ്റിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കപ്പെടുമായിരുന്നു എന്ന് പഠിച്ചത്. ഇതിന്റെ ഉള്ളത് എണ്ണ തിളക്കാൻ പേടിച്ചിട്ട്, അല്ലാഹുവിനെ പേടിച്ചിട്ട് അവന്റെ മുമ്പിൽ നിൽക്കുക. നമുക്ക് സുജൂദ് ചെയ്യുന്ന കീശനാണ് ആൻസർ പാൻപരാഗ അതിന് കള്ളന്റെ കുട്ടി പള്ളിയിൽ കീശയെന്ന് എപ്പോഴേ സുജൂദ് ചെയ്യുമ്പോ ആ ഈമാനാണോ നമുക്ക് വേണ്ടിയത്? ഒരു പള്ളിയിലേക്ക് കയറുമ്പോൾ പോലും എന്റെ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്യണം എന്നറിയാതെ ജുമാക്ക് പോലും മൊബൈൽ അടിച്ചിട്ട് നമ്മൾ പറയും പോലെ മനസ്സ് നന്നാക്കാൻ വേണ്ടി കുറ്റപ്പെടുത്തല്ലാണ്ട് ഈ മൊബൈൽ ഫോൺ കമ്പനികളുടെ പരിശോധന അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ മൊബൈൽ ഉപയോഗം നടത്തുന്ന